ആയുധങ്ങളുണ്ട് കുറേ. നമ്മൾ കപ്പ പറിക്കാൻ പോവാം. പറമ്പിൽ ആകെ ഒരു കട കപ്പയെ പിടിച്ചിട്ടുള്ളൂ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം 2 തണ്ട് വെറുതെ കൊണ്ട് വെച്ചാൽ ഒരു വാരം അത് മാത്രമേ ഉണ്ടായുള്ളൂ. അത് വലിയ കമട്ടനായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് പറിച്ചു നോക്കാം വല്ല ഉണ്ടാവുമോ എന്നറിയാം. കദളി വാഴയുടെയാണ്. കദളി ഈ വാഴ കുലച്ച് പടല തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ ഇതിൻ്റെ കൂമ്പ് കട്ട് ചെയ്ത് കളയണം. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളർച്ചയുടെ ഒരു പരിധി വരെ ഇതുമ്മലേക്ക് പോകും. ഇത് വിടർന്ന് തീരാൻ ഇതിൻ്റെ ചെറിയ ചെറിയ ഇതുകളിലേക്കൊക്കെ വളർച്ച പോകും. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കായ തുടങ്ങേറും. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ശാസ്ത്രീയ വശമൊന്നും എനിക്കറിയില്ല, ഞാനങ്ങനെ ആണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ശരിയാണ്. ഇതാണ് നമ്മുടെ കപ്പ. ആകെ ഒരൊറ്റ കടയുള്ളോ. ഇതൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. പറിക്കുമ്പോൾ കാണാം അങ്ങനത്തെയാണ്. മണ്ണിൻ്റെ അടിയിലത്തെ എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മുറിക്കട്ടെ മോനെ. ഇതുമേ ഒരു തരം കായ ഉണ്ടാവും. കൊള്ളിയുടെ തണ്ട് മൂത്ത് കഴിഞ്ഞാൽ അതുമേ ഉണ്ടാവുള്ളൂ. ചെറുപ്പത്തിൽ അതുകൊണ്ട് പമ്പര ഉണ്ടാക്കി കളിക്കാറുണ്ട്. പമ്പരല്ല, തള്ളുവണ്ടി. ഇതിങ്ങനെ പൊട്ടിച്ച് കളഞ്ഞ് തൊലി കളഞ്ഞിട്ടേ ഇതിൻ്റെ ഉള്ളിൽ 2 ഉള്ളിൽ ഈർക്കൽ കയറ്റി വയ്ക്കും. കവര ഉള്ളൊരു കമ്പെടുത്തിട്ട് ഇങ്ങനെ ഓടിച്ച് കളിക്കും ചെറുപ്പത്തിൽ. പണ്ട് ഇവിടെ പാടത്ത് നിറച്ച് കൊള്ളിയായിരുന്നു. എൻ്റെ പപ്പായ മരമേ. ഈ തണ്ട് നമുക്ക് വീണ്ടും കുഴിച്ചിടാം. മണ്ണ് മാറ്റണം, എന്നാലേ കിട്ടുള്ളൂ. പരമാവധി കിഴങ്ങ് പൊട്ടിപ്പോവാണ്ട് ഈ കടയോടടക്കം പറിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കിഴങ്ങ് എന്തോരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കട അങ്ങനെ തന്നെ പറിക്കാൻ പറ്റുമെന്ന് നോക്കണം. ശാഖോപശാഖകളായിട്ടാണ് കൊള്ളികൾ പോയിക്കുന്നത് കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ കിഴങ്ങുണ്ട്. വേർത്തേന് ഗുണമുണ്ടായി എന്തായാലും. ഇനി നമുക്ക് ഇതിനെ പുഴുങ്ങാം. പിന്നെ പലതരത്തിലുള്ള കറികൾ വെക്കും. മീനില്ലേ വീട്ടിൽ? മീൻ കറിയൊക്കെ വെച്ച് അടിപൊളിയാക്കാം നമുക്ക്. നമ്മളിത് നട്ടിട്ട് ഒരു 8 മാസത്തോളമായിട്ടുണ്ട്. അവിടെ പറമ്പിൽ ഒരാളുടെ കൊള്ളി മേടിക്കാൻ പോയപ്പോൾ ഒരു തണ്ട് കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാണ്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് കുറേ നടാനുള്ള തണ്ടുകളുണ്ട്. ഇതുമേ ഉത്സാഹം കൂടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 10 കിലോൻ്റെ മുകളിൽ എന്തായാലും ഉണ്ട്. ഒരു കിഴങ്ങ് തന്നെ ഏറെക്കുറെ 2 കിലോനോളം തൂക്കം വരും ഒരു കിഴങ്ങ്. വേണ്ടാ, അങ്ങനെ നോക്കുമ്പോൾ ഒരു 10 കിലോൻ്റെ മുകളിലുണ്ടാവും. ഇനി ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് കഴിച്ച് നോക്കിയിട്ട് പറയാം. ഇത് മുഴുവൻ നമ്മുടെ വീട്ടിൽ ഓടില്ല ചേട്ടാ. നമ്മൾ 3 ആളല്ലേ ഉള്ളൂ. പിന്നെ അമ്മയും ചേട്ടനും ചേച്ചിയൊന്നും വന്നിട്ടൊന്നുമില്ല. അവരൊക്കെ വരണ ഒരു ദിവസം പറിക്കാമെന്ന് വിചാരിച്ചായിരുന്നേ. പിന്നെ ഇന്നിപ്പോൾ തോന്നി പറിക്കാം. അവർ ഇനിയിപ്പോൾ എന്നാ വരാമെന്നൊന്നും അറിയില്ലോ. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള എടുക്കും. ബാക്കി നമ്മുടെ അയൽക്കത്തെ 2 വീടുകളിലേക്ക് എല്ലായിടത്തേക്കും പോകുന്നത്. കൊള്ളിയൊക്കെ പറിച്ച് ക്ഷീണിതനായി. അപ്പോൾ ഒരു പപ്പായ കഷ്ണം കഴിക്കാം. ഇതിൻ്റെ അടിയിലത്തെ പപ്പായകളൊക്കെ പഴുത്ത് വരണുള്ളൂ. പക്ഷേ ഇവിടെ ഒരെണ്ണം പഴുത്തിട്ടുണ്ട്. എന്താ കാരണം എന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് തന്നെ അവനെ മുറിക്കാം. റെഡ് ലേഡിയാണ്. റെഡ് ലേഡി നമ്മൾ ചുറ്റും വെച്ചിട്ടുണ്ട്. പറമ്പിൻ്റെ ചുറ്റും വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിൽ നമ്മളിത് വിൽക്കുന്നുണ്ട്. ഇവിടുന്ന് പൊട്ടിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ ഷോപ്പുകളിൽ വിൽക്കണേ. ബാക്കിയുള്ള നമുക്ക് പൊട്ടിച്ചിടുക. വേനൽക്കാലമായില്ലേ, ചെടി നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു പൈപ്പ് മേടിക്കണം. മുമ്പ് മേടിച്ചൊക്കെ വണ്ടി കയറിയിട്ടൊക്കെ ചെറുതായിട്ട് പൊട്ടി. അപ്പോൾ വണ്ടി കയറിയാലൊന്നും പൊട്ടാത്ത സൈസ് ഒരു 40 മീറ്റർ പൈപ്പ് മേടിക്കണം നമുക്ക്. അതിന് പോയിട്ട് വരാം കേട്ടോ. വന്നിട്ട് ആണ് കൊള്ളി നന്നാക്കലും കാര്യങ്ങളൊക്കെ. അത് ശ്രീ ചെയ്യുന്ന വിചാരിക്കുന്നു. എനിക്ക് കടയിൽ പോകണം. എങ്ങനെയുണ്ട് ഭാഗ്യന്റെ കൊള്ളിക്കട? അടിപൊളിയാണല്ലേ. നമ്മുടെ കൂടെ കപ്പ അതൊന്നും പറയില്ലേ, കൊള്ളിയാണ് കേട്ടോ. അപ്പൊ ഞാനും ഭാഗ്യന്റെ കൂടെ കെട്ടിയൊരുങ്ങി പോവാമെന്ന് വിചാരിച്ചു. എന്നെക്കാളും മുന്നേ ഒരു കുഞ്ഞു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട് കേട്ടോ. കുറച്ച് നാളുകളായിട്ടേ നമ്മളിപ്പോൾ ഹിമാലയയുടെ പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിലെൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഒരു ഓറഞ്ച് സിറം എന്ന് പറയുന്നത്. ഇത് ഹിമാലയയുടെ ബ്രൈറ്റനിങ് വിറ്റാമിൻ സി ഓറഞ്ച് ഫേസ് സിറാണ് കേട്ടോ. 3 ദിവസത്തിനുള്ളിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് കാണുന്നതാണ് പറയുന്നത് കേട്ടോ. ഡെഡ് സ്കിൻ സെൽസും അതുപോലെ തന്നെ സ്ട്രെസ്സും പൊടിയും ഒക്കെ നമ്മുടെ സ്കിന്നിനെ ഡള്ളാക്കാറുണ്ട്, ഡീഹൈഡ്രേറ്റഡ് ആക്കാറുണ്ട് കേട്ടോ. അതിൽ നിന്നൊക്കെ 3 ദിവസം കൊണ്ട് ഒരു മോചനം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ചില പ്രൊഡക്റ്റുകളിൽ നമ്മൾ സ്റ്റെക്ക് ഓൺ ചെയ്ത് നിൽക്കില്ലേ, അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ വിറ്റാമിൻ സി സിറം എന്ന് പറയുന്നത് കേട്ടോ. ആക്ച്വലി ഇതിൽ നമ്മുടെ ആന്റി ഓക്സിഡന്റ് ധാരാളം ഉണ്ട്. അത് കാരണം നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടും ഹൈഡ്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും സ്കിന്നിൽ ഒരു നാച്ചുറൽ ഗ്ലോ ഉണ്ടല്ലോ അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഇവൺ ടോൺ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും ഇത് അടിപൊളിയാണ് കേട്ടോ. 10 മടങ്ങ് നിയാസിനമൈഡും 5 മടങ്ങ് വിറ്റാമിൻ സി ഉള്ള നമ്മുടെ ഈ ഹിമാലയയുടെ സിറം ഉണ്ടല്ലോ, അതായത് ഓറഞ്ച് സിറം എന്ന് പറയുന്നത്, അത് 3 ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റം ഉണ്ടാക്കും എന്നാണ് അവർ പറയുന്നത്.
പവറും വിറ്റാമിൻ സിയും നിയാസിനമൈഡും ഒക്കെ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. 1-2 ഡ്രോപ്പ് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദിവസത്തിൽ 2 വട്ടം നമുക്കത് ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് അപ്വേർഡ് സർക്കുലർ മോഷനിൽ ജെന്റിലി ഒന്ന് സിറം അബ്സോർബ് ആവുന്ന വരെ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ് ഇതിന്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു അടിപൊളി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും നിങ്ങൾ വെയിലത്ത് പോകുന്നുണ്ടെങ്കിൽ. പെട്ടെന്നൊരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്കും നിറയെ പിഗ്മെന്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ മാറാൻ ഈ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ഉപകാരപ്പെട്ടു. നിയാസിനമൈഡും വിറ്റാമിൻ സിയും ധാരാളം ഉള്ള കാരണം കൊണ്ട് നമ്മുടെ സ്കിന്നിന്റെ ഡൾനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഉള്ളിൽ നിന്നൊരു ഗ്ലോ ഉണ്ടാവാൻ വേണ്ടിയിട്ടും നമുക്കൊരു ബ്രൈറ്റൻ ആയിട്ടുള്ള സ്കിന്ന് തരാൻ വേണ്ടിയിട്ടും പിഗ്മെന്റേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഒരു ഗ്ലോ വരുന്നില്ലേ ഉള്ളിൽ നിന്ന് തന്നെ. ഈ പ്രൊഡക്റ്റ് നമുക്ക് ആമസോണിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. മാത്രമല്ല ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ ലിങ്കും ഡീറ്റെയിൽസും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 30% ഡിസ്കൗണ്ട് ഉണ്ട് ഇപ്പൊ തന്നെ വാങ്ങുകയാണെങ്കിൽ കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് 3 ദിവസം കൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള മാറ്റം നമ്മുടെ മുഖത്ത് വരണം, ഒരു ഗ്ലോ വരണം, അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കണം, ഈവൻ സ്കിൻ ടോൺ ആവണമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 8-9 കിലോമീറ്റർ യാത്ര ചെയ്ത് എത്തിയിരിക്കുന്നത് വരന്തരപ്പള്ളിയിലാണ്. അവിടെ നിന്നാണ് നമ്മൾ പൈപ്പ് മേടിച്ചത് കേട്ടോ. നമ്മൾ ഒരു 30 മീറ്ററിൻ്റെ വലിയ ഫുൾ റോളും പിന്നെ ഒരു 15 മീറ്റർ എക്സ്ട്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. 1400 സംതിങ് രൂപ. അതിന് കണക്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് നിങ്ങൾക്ക് ഈ മുളങ്കാട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ മുളങ്കാട്, ഏറ്റവും അധികം ഇനങ്ങളുള്ള മുളയുള്ള കാടാണ് അത്ര അത്. പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഓട്ടോ ചേട്ടന്മാർ ഓട്ടോ സ്റ്റാൻഡ് കെട്ടാൻ വേണ്ടിയിട്ട് മുളകളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് പാഴ്മുളകളില്ലേ വെട്ടിക്കളഞ്ഞതൊക്കെ. അല്ലാതെ നമുക്ക് അവിടെ നിന്നൊന്നും എടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറാനോ അനുവാദമില്ല. കാണാനും അനുവാദമുണ്ട്, പക്ഷെ എടുക്കാനൊന്നും അനുവാദമില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. 30 മീറ്ററിൻ്റെയാണ് ആ റൗണ്ട്. പിന്നെ ഒരു 10 മീറ്റർ എക്സ്ട്രാ മേടിച്ചു, 15 മീറ്റർ എക്സ്ട്രാ മേടിച്ചു. കണക്ടറൊക്കെ മേടിച്ചിട്ടുണ്ട്. കണക്ടർ ചെയ്ത് നനയ്ക്കാം നമുക്ക് വൈകുന്നേരം. അങ്ങനെ നമ്മുടെ മുളകിൽ അവസാനത്തെ 3-4 തരികളെയും പൊട്ടിച്ച് നമ്മളിതാ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടുള്ള കപ്പയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ പോവാണ്. ഇന്ന് കാലത്ത് ഇവിടെ ഷൂട്ടൊന്നും വേണ്ടാന്ന് തീരുമാനിച്ചതാണ് കേട്ടോ. കാരണം ചേട്ടന്മാരൊക്കെ പുറത്താണ് പണിയുന്നത്. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഓർക്കിഡുകൾ കുറച്ച് നിൽക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കണം എന്ന്. അപ്പോൾ സ്റ്റാൻഡ് ഉണ്ടാക്കി തരാം, ഭാഗ്യം സെറ്റപ്പൊക്കെ കൂടെ ചെയ്തു തരാം, ബാക്കിയുള്ള അലങ്കോലപരികൾ മോൻ ചെയ്തോന്ന് പറഞ്ഞിട്ട് ആള് എനിക്ക് നമ്മുടെ എന്താ പറയുക മറ്റേതുണ്ടല്ലോ ഇവിടെ ഓർക്കിഡ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് തയ്യാറാക്കി തരികയാണ് കേട്ടോ. ഇതുമ്പോൾ നമ്മളിനി കുറച്ച് അലങ്കോലപ്പണികൾ ചെയ്യാനുണ്ട്. അത് നമുക്ക് വഴിയെ നമ്മുടെ കപ്പ പരിപാടി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരൊറ്റ കപ്പ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അധികമാണ് കേട്ടോ. അപ്പോൾ വലിയ കപ്പയായിരുന്നു, 2-2.5 കിലോ ഉള്ളതായിരുന്നു ഓരോ കപ്പകളും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു 10-15 കിലോ ഉണ്ടാവും തോന്നുന്നു ആ കട മൊത്തം. അങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്കിവിടെ കൊള്ളിയാണ് ഈ സംഭവം. പിന്നെ ചെണ്ടൻകപ്പ അങ്ങനെയുള്ള പേരുകളൊന്നും ഇല്ല ഇവിടെ. ഞാൻ നമ്മുടെ ഡെൽസി ആൻറ്റിയും സന്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് ഞാനും അങ്ങനെയൊക്കെ പറയുന്നത്. കാരണം നമ്മൾ തൃശ്ശൂർക്കാർ ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാർ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുടിയേറി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പണ്ടത്തെ കേശവദേവ് സാറിൻ്റെ കഥകളിലൊക്കെ കേൾക്കുന്ന പോലെ തന്നെ കുടിയേറ്റക്കാർ നമ്മുടെ ഒരുപാടുണ്ട്. എന്നതാ എന്തുവാന്ന് കോട്ടയം സൈഡിലുള്ളവരൊക്കെ ചോദിക്കില്ലേ, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ. അത് കാരണം അവരാണ് ഈ ചെണ്ടൻകപ്പ പുഴുങ്ങാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനും ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാണ് നമ്മൾ ചെണ്ടൻകപ്പ പുഴുങ്ങാണ് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് പറയാനൊക്കെ അറിയില്ല, നമ്മൾ കൊള്ളി പുഴുങ്ങാന്ന് തന്നെ പറയുള്ളൂ. അത് മഞ്ഞപ്പൊടി ഇടുക നാളികേരം ഇടുക അങ്ങനെയൊന്നുമില്ല. നല്ല ഉള്ളിച്ചമ്മന്തിയിൽ ഇതാ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ പൊട്ടിച്ചത് നിങ്ങളെ കാണിച്ചു തരും. അതിൻ്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ നല്ല വലുതാണ് കേട്ടോ. നമുക്കത് കുഴിച്ചിടാം, ഇവിടെ നമുക്ക് തൈകൾ ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ കുറച്ച് സ്പെഷ്യലായിട്ടാണ് നമ്മുടെ മീൻകറി വയ്ക്കാൻ പോകുന്നത്. ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ നമ്മൾ അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മീൻകറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തെ ക്വാണ്ടിറ്റിയാണ്. ഇന്നിപ്പോൾ ചേട്ടന്മാർ വൈകുന്നേരം വന്നുമ്പോൾ കപ്പ പുഴുങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കഴിയും. എന്നാലും നമുക്ക് പിറ്റേ ദിവസം കാലത്തേക്ക് ഉണ്ടാവും. ഉച്ചയ്ക്ക് കാലത്ത് 10 മണിക്ക് കഞ്ഞിക്ക് വരെയുള്ളത് തയ്യാറാക്കി വയ്ക്കും. അപ്പോൾ നമ്മൾ കുറച്ച് അധികം തയ്യാറാക്കും. അതിൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് എണ്ണയിലൊന്ന് ജസ്റ്റ് വാട്ടി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കുടംപുളിയും ഉപ്പിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കപ്പ ഗംഭീരമായിട്ട് വെന്തു. ഒരു ഇച്ചിരി നേരം ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും സംഭവം കിടുവായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നന്നായിട്ട് പൊടിയുന്ന കപ്പയാണേ, നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ അരിപ്പൊടി പോലെ പൊടിഞ്ഞു വരിക. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കതുകൊണ്ട് നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടില്ലേ, നമ്മുടെ തൃശ്ശൂർ ഇവിടെ തട്ടുകടയിലൊക്കെ കിട്ടുന്നൊരു സ്പെഷ്യലായിട്ടാണ് കപ്പയും മുട്ടയും കപ്പയും ബീഫും. അതിന് നമ്മൾ
കൊള്ളിയിട്ട ബീഫ് എന്നാണ് പറയുക. നമ്മൾ കപ്പ ബിരിയാണി എന്ന് പറയില്ലേ, നമുക്കിങ്ങനെ ഇവിടെ ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അത് മുട്ടയിട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി കണ്ടല്ലോ അവിടെ, പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മീൻ കറിയിലേക്ക് മീനൊക്കെ ഇട്ട് സെറ്റാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നില്ലേ. കപ്പ സെറ്റാക്കാൻ വേണ്ടിയിട്ട് എണ്ണയിൽ നമ്മൾ സവോളയും ചെറുള്ളിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിനി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിൽ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ മീൻ കൂട്ടാൻ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. മീൻ കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ കൂടി അരച്ച കാരണം കൊണ്ട് നല്ല കട്ടി ഉണ്ടായിരുന്നു ചാറിന്. അപ്പോൾ ചാറിന് കട്ടി വേണം എന്നുള്ളൊരു ആ ഒരു സ്റ്റൈലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മളിത് ആ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂത്തും മുരിഞ്ഞൊക്കെ വന്നപ്പോൾ നമ്മൾ മുട്ട അടിച്ചു കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചു. ആ മുട്ട കഷ്ണങ്ങളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പിരിപിരുന്ന് കിടക്കും, പാല് പിരിഞ്ഞ പോലെ. അപ്പോൾ അതിലേക്ക് നമ്മുടെ വെന്ത് ഉടച്ച് വെച്ച അല്ലെങ്കിൽ പൊടിച്ച് വെച്ച നമ്മുടെ അടിപൊളി കപ്പയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. 4 മണിക്ക് നല്ല ചൂട് ചായയുടെ ഒപ്പനെ കഴിക്കണം. നല്ല കാന്താരി മുളകൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി ഇങ്ങനെ മേളിക്കോട് ഒഴിച്ച് ചെറിയ എണ്ണയൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കപ്പയൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും ഭാഗ്യം നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ഓർക്കിഡ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നമ്മുടെ ഈ ചൂടിക്കയറിന് നിന്നാൽ നിങ്ങളുടെ നാട്ടിൽ പറയാ, നമ്മുടെ ഇവിടെ തന്നെ ചൂടിക്കയർ എന്ന് പറയും. ഇത് കൊല കെട്ടുന്ന കയറാണ് കേട്ടോ. നമ്മുടെ തെങ്ങിൻ്റെ കൊലയും അതുപോലെ തന്നെ വേറെ എന്തിനും ആൾക്കാരത്തിൻ്റെ കൊല കിട്ടും, എനിക്ക് അറിഞ്ഞുകൂടാ. തെങ്ങിൻ്റെ കൊലയാണ് കൂടുതലും കിട്ടുന്നത്. താഴെ വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലും കൃഷികളോ വീടിൻ്റെ മുകളിലൊക്കെ ആ തെങ്ങുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൊലകൾ കെട്ടി നിർത്തും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചൂടിക്കയർ ഉപയോഗിക്കുന്നത്. അത് ഞാൻ ഒരു 15 രൂപയാണ് ഒരു മുടിക്ക് ഉണ്ടായിരുന്നു. ഒരു മുടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കെട്ടിന്. അത് നമ്മളിതിൽ മൊത്തം ചുറ്റി വെച്ചിട്ടുണ്ട്. ഈ ചുറ്റൽ വലിയ സുഖമുള്ള പരിപാടിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എന്നാലും അവസാനം നമുക്കൊരു മനസ്സിനൊരു ഫൈനൽ റിസൾട്ട് വരുമല്ലോ, അതിൻ്റെ ആ ഒരു ആലോചനയിൽ ഞാനത് അങ്ങോട്ട് നിന്ന് ചിറ്റിന്ന് മാത്രം കേട്ടോ. ശ്രീകുട്ടൻ്റെ സ്കൂളിൽ വരാറാകുമ്പോഴേക്കും ചിറ്റി കഴിക്കണം എന്നൊക്കെയാണ് വിചാരിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു പ്രകൃതി പിടിച്ച പരിപാടിയായിരുന്നു. ഞാനൊരു 1.5 മണിക്കൂർ ഇരുന്ന ഇരിപ്പിൽ ചിറ്റിയിട്ടാണ് ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കലാണ് ഇത്തിരി പണി. മാത്രമല്ല ഇത് നമ്മുടെ കൈക്ക് നന്നായിട്ട് വേദന എടുക്കും. ഇതൊരു തരം പരിപരുത്ത മെറ്റീരിയൽ ആയ കാരണമുണ്ട് ഇതിൻ്റെ ഇടയിൽ ചുറ്റിലും ഇതുപോലൊരു പ്രകൃതി പിടിച്ച പരിപാടിയായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ പണ്ടൊക്കെ നമ്മുടെ തലൂര് വീട്ടിലായിരിക്കുമ്പോൾ ഇങ്ങനത്തെ പരിപാടികൾ മാത്രമേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അമ്മ ഓർക്കിഡ് വെക്കാൻ വേണ്ടിട്ടേ ഉണ്ടാക്കിയതാട്ടോ ഇത്രക്ക്. അങ്ങനെ ശ്രീകുട്ടനും ഞാനും കൂടി കുറേ നേരത്തെ പ്രയത്നത്തിന് ശേഷം കിടക്കണു സംഭവം നിലത്ത്. നല്ല സ്ട്രോങ് ആണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? അതായത് ഒന്നും പറ്റിയിട്ടില്ല. താഴത്തെ ആ ഒരു കമ്പുണ്ടല്ലോ, അത് വെച്ചിട്ടാനായിട്ടുള്ള ചൂടി കയറി തികഞ്ഞില്ലടാ. അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും ഇവിടെ വെക്കാൻ പറ്റില്ല. ഭാഗ്യം വന്നപ്പോൾ ചോദിച്ചത് വീടിൻ്റെ മുറ്റത്ത് എന്താ മോനൊരു കുരിശിരിക്കണെന്നാ. ഭാഗ്യം ഞാൻ പറഞ്ഞ കുരിശല്ല കേട്ടോ, അതായിട്ട് ഉണ്ടാക്കി തന്ന സംഭവത്തിന് ഞാൻ ഇങ്ങനെയാക്കി എടുത്തതാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിത് വേറെ എവിടേക്കെങ്കിലും സ്ഥാപിക്കണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറൊരു വലിയ ചട്ടിയിൽ സെറ്റാക്കാമെന്ന്. അങ്ങനെ നമ്മുടെ കോണ്, അതായത് ഇത് വെക്കാൻ വേണ്ടിയിട്ടുള്ള കോണുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓർക്കിഡ് ചിപ്സും അതുപോലെ തന്നെ കരിയും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. മണ്ണുത്തിയിൽ കടകളിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. നല്ലതാണ്. അത് പ്രോസസ്സ് ചെയ്തതാണ്, പുളിയൊക്കെ കളഞ്ഞതാണ്, കുഴപ്പമുണ്ടാവില്ല. ചേട്ടന്മാരൊന്ന് പണി കഴിഞ്ഞ് വന്നപ്പോഴേ ഭയങ്കരമായിട്ട് നേരം വൈകി. എന്താ നേരം വൈകിയെന്ന്? ഓ അല്ലേ. മാത്രമല്ല അവിടെ നിന്ന് ഇവിടം വരെ യാത്ര ചെയ്ത് 1 മണിക്കൂർ വേണമല്ലേ? വേണ്ട രമേശേട്ടാ? പത്മനാഭേട്ടൻ, രമണേട്ടൻ, ബിജുവേട്ടൻ, രമേശേട്ടൻ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് ഉച്ചയ്ക്ക് പറിച്ച കൊള്ളിയാണ്. എന്നുണ്ട് സൂപ്പർ കൊള്ളി അല്ലേ? പക്ഷെ ഒരു കട ഉണ്ടായുള്ളൂ. അതെ, മീൻകറിയൊക്കെ കൂട്ടി അവര് കഴിക്കുക. ഇവിടെ എത്തിക്കഴിഞ്ഞ എന്തെങ്കിലും ആയാ? അച്ഛൻ നാളോട്ട് വരാന്ന് പറഞ്ഞ. അപ്പൊ എല്ലാവരോടും ഇന്ന് പോയി കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ് പറഞ്ഞേ. എല്ലാവരും നിങ്ങളിപ്പോ ഭയങ്കര പരിചയാട്ടാ. പറയാ എന്നോട്, രമേശേട്ടനോട് ഹായ് പറഞ്ഞോളോ. അപ്പൊ അവര് കൊള്ളീനെ കുറിച്ചുള്ള അഭിപ്രായം ഇരിക്കുന്നു. ബാക്കി നമ്മുടെ കൊള്ളിക്കട. അതെ, ഇനി മുകളിൽ മുഴുവൻ കൊള്ളി.
ഇപ്പം ചേട്ടന്മാർക്ക് കപ്പക്കിഴങ്ങ് അതായത് കൊള്ളിക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മുടെ ചേട്ടന്മാരുടെ അടുത്ത് പറയുമ്പോൾ കപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഇടയിൽ സംസാരിക്കുമ്പോൾ ഒറിജിനലി നമ്മുടെ ഒരു സ്ലാങ് അല്ല വരിക. അത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ? നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്ന് പറയുന്ന കാരണം കൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഇതല്ലെങ്കിൽ തനി തൃശ്ശൂർക്കാരിയാണ് എന്തുട്ടാന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഓർക്കിഡുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്കൊരു കുട്ടി അയച്ചു തന്നതാണ് കേട്ടോ, ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കുറേ നാൾ മുമ്പ് അയച്ചു തന്നതാണ്. അതിൽ പൂവൊക്കെ ഇട്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഈ 2 സംഭവങ്ങൾ മാത്രം ഉപയോഗിച്ചതേ കണ്ട. എനിക്ക് കുറച്ചും കൂടി വെറൈറ്റി കളറുകൾ വേണമെന്നൊക്കെ ഉണ്ട്, മഞ്ഞ അതൊക്കെ വേണമെന്നൊക്കെ ഉണ്ട്. നമുക്ക് മേടിക്കാട്ടാ ഇനി എവിടേക്കെങ്കിലൊക്കെ മണ്ണുത്തിക്കൊക്കെ പോകണം. മണ്ണുത്തിയിൽ അങ്ങനെ വലിയ കളക്ഷൻസ് ഇല്ല ഇതിൻ്റെ. ഉണ്ടെങ്കിൽ തന്നെ 1000-1500 രൂപയൊക്കെ അവർ പറയണേ. നമുക്ക് അത്ര വലിയ പ്ലാന്റ് വേണ്ടല്ലോ, ചെറിയ പ്ലാന്റ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് അത് വലുതായി അതുമ്പോൾ പൂടുമ്പോഴല്ലേ ഒരു സന്തോഷം ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ള നമ്മളൊരു ലുക്ക് എന്ന് പറയുന്നത്. ഇത് ഫൈനലായിട്ടില്ല കേട്ടോ, കുറച്ച് നേരം കഴിയണം. കാരണം പിന്നെ എനിക്കിത് അല്ല, കുറച്ച് ഭാഗങ്ങൾ കൂടി ഫില്ലാക്കാനുണ്ട്. പിന്നെ എനിക്കിത് തോന്നി നാളെ നമുക്ക് കുറച്ച് പകൽ വെളിച്ചത്തിൽ ചെയ്യാമെന്ന്. വേറെ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഇതൊക്കെ മേടിച്ചിട്ട് ചട്ടിയൊക്കെ മേടിച്ചിട്ടേ അങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈ പൈപ്പ് ഒന്ന് ഫിറ്റ് ചെയ്യണ്ടേ, ഒന്ന് സെറ്റ് ചെയ്യണ്ടേ. നമുക്ക് നട്ടാ നനയ്ക്കണം എന്നാണ് പറയുക. ഞാനിന്ന് കുറേ നടലുകൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളൂ. മുളക് നടാനുണ്ടായിരുന്നു, തക്കാളികൾ നടാനുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടാനൊക്കെ ഉണ്ടായിരുന്നു. എന്നും നടണതും പിടിക്കണതും കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഓർക്കിഡിൻ്റെ ആ പരിപാടിക്ക് പോയത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ സ്റ്റാൻഡ്? അങ്ങനെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. നമ്മുടെ ഇപ്പോൾ വീട്ടിൽ ഏതെങ്കിലും മരമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ അതുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീടൊക്കെ മുറ്റമൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ ഓരോ വശത്ത് ഇങ്ങനെ ഓരോ രീതിയിലൊക്കെ ചെയ്തെടുക്കണം എന്ന് വലിയൊരു ആഗ്രഹം. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മൾ കൊണ്ടുവന്ന അൽത്ത് പോലത്തെ സംഭവങ്ങൾ കണക്ടറുകൾ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 45 മീറ്റർ പൈപ്പ് വേണം നമുക്ക് വീടിൻ്റെ ചുറ്റും ഓരോ കാര്യങ്ങൾ ചെയ്ത് നനയ്ക്കാനൊക്കെ വേണ്ടിയിട്ട്. ബൊഗൈൻവില്ലയൊക്കെ ഏതാണ്ട് മറ്റേ വേറെ രാജ്യത്തിരിക്കുന്ന പോലെ ഇരിക്കുന്നത് അത്ര അകലെയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ നട്ട ചെടികളൊക്കെ കുറച്ച് ശേഷം നനച്ചു. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ട ഞാൻ ഇന്ന് നട്ടതിൻ്റെ ഭാഗമായിട്ട് ആർബാറയിൽ മണ്ണും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം വളരെ അടിപൊളിയായിട്ട് കഴിഞ്ഞു പോയിരിക്കുകയാണ് മക്കളെ. ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലുമോ ചെയ്തിരുന്നു തോന്നുന്ന കുറേ ദിവസങ്ങൾ കേട്ടോ. ഈ പണിയെടുക്കൽ മാത്രമല്ലല്ലോ, നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, ഭക്ഷണം ഉണ്ടാക്കലും കാര്യങ്ങളും, നമ്മളെ വീട്ടിലേക്ക് കാണാൻ വരുന്ന കുറച്ച് പേരോട് സംസാരിക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഫൈനലി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കിയിട്ട് വിളക്കൊക്കെ വെച്ച്, ഞാൻ മുല്ലത്തറയിൽ വിളക്ക് വയ്ക്കാൻ തുടങ്ങിയിട്ടില്ല. കാരണം ആ ചെടി നന്നായിട്ടൊന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. തുളസി ഇടയ്ക്കിടയ്ക്ക് വാടി നിൽക്കുന്നുണ്ട്. അപ്പോൾ വാടിയ തുളസിക്ക് നമ്മൾ വിളക്ക് വയ്ക്കുന്നത് എന്തോ മനസ്സിനൊരു സുഖമില്ലാത്ത കാര്യമായ കാരണം പോലെ തോന്നി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള ചെടികൾക്കൊക്കെ നനയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങ് ദൂരെ നിങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര വിജനമായ ഇരുട്ട് കാണാമെങ്കിലും അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ശ്രീകുട്ടനെയൊക്കെ വിളിച്ചിട്ടാണ് ഞാൻ പോവുക. അവിടെ ചേട്ടന്മാരിരുന്ന് വർത്താനമൊക്കെ പറയുന്നുണ്ടായിരിക്കും കുറച്ച് ഇങ്ങനെ കലിങ്കിൻ്റെ അവിടെയൊക്കെ. അങ്ങനെ നമ്മൾ കുറച്ച് ചെടികളൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു. നമ്മുടെ ബൊഗൈൻവില്ലയിൽ ഇപ്പോഴും പൂവിട്ടിട്ടില്ല. അത് കാരണം കൊണ്ട് ഞാനതിന് NPK അല്ലെങ്കിൽ DAP ഒക്കെ ഇട്ട് കൊടുക്കാനുള്ള ഒരു പ്ലാനിനാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ അവസാനത്തിൽ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമുക്കിനി ഭാഗ്യനും ശ്രീകുട്ടനും കപ്പ വിളമ്പി കൊടുക്കാം കേട്ടോ. അവരിതാ ഇപ്പോഴേ എത്തിയുള്ളൂ. അകത്ത് കയറിയപ്പോൾ ശ്രീകുട്ടൻ്റെ കളരി അഭ്യാസങ്ങളായിരുന്നു. കളരി ക്ലാസ്സിൽ ഇപ്പോൾ പോകാൻ പറ്റണില്ല കേട്ടോ, സാറ് ക്ലാസ് നിർത്തി. അതുകൊണ്ട് വേറെ ഏതെങ്കിലും ക്ലാസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ തന്നെ 10-25 കിലോമീറ്റർ നമുക്ക് ഡെയിലി യാത്ര ചെയ്യണം. അപ്പോൾ ഇതുപോലെ വീട്ടിലാൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് എന്നെ കൊണ്ട് വീഡിയോ കൊടുക്കാമ്മ, ചേച്ചിമാർക്ക് കാണിച്ചു കൊടുക്കാമ്മ എന്നൊക്കെ പറയും. അപ്പോൾ കപ്പ കൊടുത്താലോ നമുക്ക്, നല്ല പഞ്ഞി പോലത്തെ അല്ലെങ്കിൽ നല്ല എന്താ പറയുക പൊടിയണ തുരുതുരാ പൊടിയണ അടിപൊളി കപ്പ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൂപ്പറാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള കപ്പ. കഴിച്ചു നോക്കിയാൽ മതിയാ. കപ്പ അങ്ങനെ മുട്ടയിട്ടതും കൂടി കഴിച്ച് ഭാഗ്യൻ ഇന്നത്തെ ഭക്ഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. ശ്രീകുട്ടന് ഭയങ്കര ഇഷ്ടമായി. ശ്രീകുട്ടന് കപ്പയും ചേമ്പും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാടൻ ഭക്ഷണങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കപ്പ പുഴുങ്ങിയത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ? അടിപൊളി ആയിരുന്നില്ലേ? അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ശ്രീജ.